ഹായ് എവരിവൺ, വിസ്ഡം ഓഫ് മൈൻഡിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി, മൈൻഡ് പവർ ട്രെയിനറാണ്, റിലേഷൻഷിപ്പ് കോച്ചാണ്, പ്രീ മറൈറ്റൽ ലൈഫ് കോച്ചാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രീ മറൈറ്റൽ ലൈഫ് കോച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രീ മറൈറ്റൽ ലൈഫ് കോച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. അവർക്ക് കൗൺസിലിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അവർക്ക് ഒരു ജീവിതത്തിലൊരു സ്ട്രക്ചർ ഇല്ല, ഒരു ക്ലാരിറ്റി ഇല്ല, എങ്ങനെ ജീവിക്കണമെന്നറിയില്ല. ഒരു സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ അവർ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നോ അവർക്ക് ഇതിനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വിവാഹം ഉറപ്പിക്കുന്നു, വിവാഹം കഴിപ്പിക്കുന്നു. അവിടെ കുറേ ആഡംബരങ്ങളും ആഘോഷങ്ങളും കഴിഞ്ഞിട്ട് കുട്ടികൾ എവിടെയോട്ടാണ് ചെല്ലുന്നത്? ഓരോരോ പ്രശ്നങ്ങളിലേക്കാണ് ഇവർ ഇറങ്ങിച്ചെല്ലുന്നത്. അവിടെ അത് അഭിമുഖീകരിക്കാൻ പറ്റാതെ പലരും ജീവൻ എടുക്കുന്നുണ്ട്, പലരും ഡിവോഴ്സ് ആവുന്നുണ്ട്. പിന്നെ അത് കൂടാതെ സഹിച്ച് ജീവിക്കുന്നവരുണ്ട്. അതൊരു തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി അത് കണക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എങ്കിൽ പോലും ഒന്ന് മാറി ചിന്തിക്കുന്നില്ല സമൂഹം. ഇവർക്കൊരു പ്രീ മറൈറ്റൽ ലൈഫ് കോച്ചിങ് ആവശ്യമാണ്, അവർക്കൊരു ലൈഫ് കോച്ചിങ് കൊടുക്കണ്ടേ, ഇവർക്ക് ഇതെങ്ങനെ കിട്ടും, എവിടെ കൊടുക്കും എന്നൊന്നും ചിന്തിക്കുന്നേ ഇല്ല. പിന്നെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രീ മറൈറ്റൽ കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. അത് മതപരമായിട്ടും അല്ലാതെ നമ്മൾ എടുക്കുന്നുണ്ട് കുറേ പേരൊക്കെ. പക്ഷേ അത് മാത്രം മതിയോ? അതൊരു നല്ല കാര്യം തന്നെയാണ്, അത്രയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ, അതൊരാശ്വാസം തന്നെയാണ്. പക്ഷെ അതുകൊണ്ടൊരു 100% പ്രശ്നം നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല അല്ലേ? അപ്പം നമ്മൾ ചിന്തിക്കുക, നമുക്കൊരു എന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് ജീവിതകാലം മുഴുവനും നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടുന്ന, ഇവർക്ക് എങ്ങനെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയാൻ സാധിക്കുന്ന, പ്രശ്നങ്ങളില്ലാതെ, അതായത് പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. പക്ഷെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അതുപോലെ തന്നെ പ്രശ്നങ്ങളിൽ ഉള്ളപ്പോഴും എങ്ങനെ സന്തോഷവും സമാധാനവും കണ്ടെത്താമെന്നും മറ്റുള്ളവരോട് എങ്ങനെ ക്ഷമിച്ചു കൊടുക്കാമെന്നും ഇതെല്ലാം നമ്മൾ ലൈഫ് കോച്ചിങ്ങിലൂടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളെ എങ്ങനെ മാറ്റാം, നമുക്കൊരു പൊതു ചിന്ത, അതായത് നമ്മുടെ ആ ഉള്ളിൽ കിടക്കുന്ന ബ്ലോക്കിംഗ് ബിലീഫ്സൊക്കെ മാറ്റി ഒരു പുതിയ ചിന്തയാണ് നമ്മൾക്ക് കൊണ്ടുവരുന്ന ഒരു പോസിറ്റീവ് ചിന്ത എങ്ങനെ മനസ്സിൽ നിറയ്ക്കാം, സന്തോഷവും സമാധാനവും എപ്പോഴും നിലനിർത്താം, ഒരു ഹൈ ഫ്രീക്വൻസിയിൽ എങ്ങനെ നിൽക്കാം, പ്രണയിച്ച് എങ്ങനെ ജീവിതകാലം മുഴുവൻ ജീവിക്കാം. ഇതൊക്കെ ജീവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിത് അറിഞ്ഞിരിക്കണം. ജീവിച്ച് തുടങ്ങി പ്രശ്നങ്ങൾ വന്നതിന് ശേഷം ഒരാളെ മാറ്റാൻ പാടാണല്ലേ? അതിന് മുമ്പ് നമ്മളിതൊക്കെ ട്രെയിൻ ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതം വളരെ സന്തോഷമുള്ളൊരു ജീവിതമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. 100 അല്ല 110% റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇത് കാണുന്നത് കുട്ടികൾ തന്നെയാണെന്നുണ്ടെങ്കിൽ, ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ലൈഫ് കോച്ചിങ്, പ്രീ മറൈറ്റൽ ലൈഫ് കോച്ചിങ് വേണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈഫ് കോച്ചിങ് എടുക്കണം കേട്ടോ. അപ്പം ലൈഫ് കോച്ചിങ് എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ജീവിതം മനോഹരമാക്കുക, ആസ്വദിക്കുക, സന്തോഷിച്ച് ജീവിക്കുക. ജീവിതം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ്. ജീവിക്കാൻ വളരെ എളുപ്പമാണ്. അത് വളരെ കഠിനമാണെന്നൊന്നും ചിന്തിക്കേണ്ട, നല്ലൊരു ഡിസിഷൻ എടുക്കുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.